കണ്ണൂർ ശ്രീനാരായണ കോളേജ് ഇക്കണോമിക്സ് അലൂമിനി അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിൽ വാട്ടർ പ്യൂരിഫയർ സ്ഥാപിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ.പി. പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. എസ്.എൻ. കോളേജിന്റെ അവിഭാജ്യ ഘടകമായ ഇക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് ഒരുപാട് സംഭാവനകൾ നടത്തി വരാറുണ്ടെന്ന് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ.പി. പ്രശാന്ത് പറഞ്ഞു. കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു സുദിനമാണ്. അങ്ങനെയുള്ള പറയാനുള്ള ഒരു കാരണം, നമുക്ക് NAC A+ നേടിയതിന് ശേഷം 4-5 നിർമ്മാണ പ്രവൃത്തികൾ നടന്നുകൊണ്ടുവരികയാണ്. എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ചില പ്രശ്നങ്ങൾ, അതിലൊന്ന് കുടിവെള്ളത്തിൻ്റെ ഒരു ലഭ്യത കുറവാണ് എന്നുള്ള രീതിയിൽ ആദ്യം പ്രിൻസിപ്പൽ എന്ന രീതിയിൽ എൻ്റെ അടുത്ത് പറഞ്ഞത് അശ്വിൻ ഘോഷാണ്. അശ്വിൻ ഘോഷ് ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നത്, നമുക്ക് ഒരു പക്ഷേ അത് PTA വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലോ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഒരേ ഒരു ഫോൺ കോളിൽ നമുക്കിത് നടത്താൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ഒരു വസ്തുത. ആകാശവാണിയിലെ ബാലേന്ദ്ര സാറിൻ്റെ ഇവിടെ, അതുപോലെ ഈ എക്കണോമിക്സ് അലുമിനിയുടെ നെടുംതൂണായിരിക്കുന്ന ശീല എന്നൊക്കെ പറയുന്ന രാകേഷ് ഏട്ടനുണ്ട്, അതുപോലെ അലുവിക്ക, എല്ലാവരും നമ്മളോട് ഒരു സഹകരണമാണ്. ഒരൊറ്റ ഫോൺ കോൾ മാത്രം മതിയായിരുന്നു. ഇങ്ങനെ ഒരു ആശയം എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിലെ കുട്ടികൾ വെക്കുന്നുണ്ട്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ. അപ്പോൾ ഇവർക്ക് ഒരു തരത്തിലും ഒരു ആശങ്കപ്പെടേണ്ട കാര്യമില്ല, ഞങ്ങൾ തന്നെ ഇത് ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് ഒരു പ്രപ്പോസൽ കൊണ്ടുവരികയാണ് ചെയ്തത്. അത് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു 1.5 മാസം കൊണ്ട് കാര്യങ്ങൾ ഇവിടെ നടത്തി. കൂടാതെ ഏറ്റവും സജീവമായ അലുമിനിയാണ് ഇക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കണ്ണൂർ ശ്രീനാരായണ കോളേജിൻ്റെ ഏറ്റവും അവിഭാജ്യ ഘടകമാണ് നമ്മുടെ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക്സ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. നമ്മൾ കഴിഞ്ഞ 2 മാസം മുമ്പാണ് NAC A+ നേടിയത്. NAC A+ നേടുന്ന സമയത്ത് ഇക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ അലുമിനിക്കാർ അല്ലെങ്കിൽ അലുമിനി എന്തൊക്കെ കോൺട്രിബ്യൂഷൻ കോളേജിന് വേണ്ടി ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ടു. കോളേജിൽ ഏറ്റവും കൂടുതൽ അലുമിനി കോൺട്രിബ്യൂഷൻ വരുന്നത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഒന്ന് ഈ ഡിപ്പാർട്ട്മെൻറ്റാണ്. അത് ബഹുമുഖ തലത്തിലാണ് വരുന്നത്. ചില സമയങ്ങളിൽ അത് സംഭാവനകളായിട്ട് വരാം, ഫിനാൻഷ്യൽ കോൺട്രിബ്യൂഷനായിട്ട് വരാം. ചില സമയങ്ങളിൽ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സ്കോളർഷിപ്പുകളിലൂടെ ആവാം. അതുപോലെ ചില തരത്തിലുള്ള സെമിനാറുകളും വർക്ക്ഷോപ്പുകളും ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ അലുമിനി നേതൃത്വത്തിൽ നടത്തി വരാറുണ്ട്. മെൻറ്റർഷിപ്പായിട്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ അലുമിനി നമുക്ക് ചെയ്തു തരാറുണ്ട്. ആകെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സജീവമായിട്ട് ഉള്ള ഒരു അലുമിനി ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുള്ള ഒരു അലുമിനി ഈ പറയുന്ന എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇന്ന് ഇവിടെ എക്കണോമിക്സ് അലുമിനിക്കാരുടെ ഒരു ഗ്യാതറിങ് അവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്, കോളേജിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു വാട്ടർ പ്യൂരിഫയർ അത് കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ്. കോളേജിൻ്റെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞിട്ട് കുട്ടികളോടൊപ്പം അധ്യാപകരോടൊപ്പം മാനേജ്മെൻറ്റിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഈ അലുമിനിക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ചടങ്ങിൽ അലൂമിനി അസോസിയേഷൻ പ്രസിഡന്റ് M. വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് ഇൻചാർജ് ഡോക്ടർ M. രാജീവ്, രക്ഷാധികാരി CO. K. അലവി, അഡ്വൈസർ K. ബാലചന്ദ്രൻ, K.P. ജയപ്രകാശ്, ശ്രീകാന്ത് ചേനോളി, A.P. രാഗേഷ്, നീന ബാബു, ഷൈനി അനൂപ് കുമാർ, സപ്ന വിവേക്, V.P. സജീവൻ, ഷീബ കുന്നുംപറമ്പത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ പാഠ്യവും പാഠ്യേതരവുമായ കാര്യങ്ങളിൽ അലൂമിനി അസോസിയേഷൻ സജീവമായി ഇടപെടുന്നുണ്ടെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. കൂടാതെ ഇത്തരത്തിലൊരു അവസരമൊരുക്കി തന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് രക്ഷാധികാരി അലവി CO. K. പറഞ്ഞു. കണ്ണൂർ ശ്രീനാരായണ കോളേജ് SN കോളേജിൻ്റെ നമ്മുടെ എക്കണോമിക്സ് അലുമിനിയുടെ ഭാഗമായിട്ട് നമ്മൾ ഇവിടുത്തെ ഒരു കുടിവെള്ള പ്രശ്നം നമ്മൾ സോൾവ് ചെയ്യുകയാണ് ഈ സദുദ്യമത്തോടുകൂടി. ഇത് ഞങ്ങൾ ഇവിടുത്തെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി സമർപ്പിക്കുകയാണ്. ഈ വാട്ടർ പ്യൂരിഫയർ നമ്മളുടെ എല്ലാ സഹകരണം പ്രിൻസിപ്പാളെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ എല്ലാ സ്റ്റുഡൻസിനും എല്ലാവർക്കും നന്ദിയുണ്ട്. വളരെ നന്ദി. താങ്ക് യു വെരി മച്ച്. ഒരു വിധത്തിൽ പരിഹരിച്ച് വന്നിട്ടുണ്ട്. ഇന്നിപ്പോഴും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഓരോ ഫിൽറ്റർ ഇപ്പോൾ നിലവിൽ വന്നുകൊണ്ടിരിക്കാം. ഇനിഷ്യേറ്റീവ് എടുത്ത നമ്മളെ പ്രശാന്ത് സാറ്, അലൂമിനിക്കാർ, എല്ലാവർക്കും എൻ്റെ പേരിലും കോളേജ് യൂണിയൻ്റെ പേരിലും എല്ലാവിധ ആശംസയും നന്ദി അറിയിക്കുകയാണ്. സിറ്റി ന്യൂസ്, കണ്ണൂർ.